ഹലോ. അങ്ങനെ വീണ്ടും നമ്മൾ കാറ്റും മഴയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ എപ്പോൾ വീട്ടിൽ പോകാൻ ഇറങ്ങിയാലും എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങി അന്ന് എനിക്ക് വീട്ടിൽ സമയത്ത് എത്താൻ പറ്റത്തില്ല. അതെൻ്റെ കൂടെ ഉള്ളൊരു ശാപമാണെന്ന് തോന്നുന്നു. ട്രെയിനിൽ പോയാൽ ട്രെയിൻ ലേറ്റ് ആവും, ഫ്ലൈറ്റിൽ പോയാൽ ഫ്ലൈറ്റ് തന്നെ ക്യാൻസലായിപ്പോൾ, അല്ലെങ്കിൽ ഡിലേ ആവും. ബസ്സിൽ പോയാൽ ബസ്സും ക്യാൻസലായി. ഇപ്പോൾ വണ്ടി എടുത്ത് ഇതിൽ പോകാമെന്ന് വെച്ചപ്പോൾ അതാ കിടക്കുന്നു. ഒരു 20 മിനിറ്റ് ഇങ്ങനെ പഞ്ചറായി പഞ്ചറൊട്ടിക്കുന്നു, പഞ്ചറായി ഇങ്ങനെ പോകുന്നു. അവസാനം നമ്മളൊരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് ഡൽഹി എത്താൻ ഒരു 66 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയ സ്ഥലത്തൊന്നും ഇതില്ലായിരുന്നു. നമ്മൾ പോയിട്ട് പഞ്ചർ കിറ്റ് മേടിച്ചുകൊണ്ട് വന്ന് ഒട്ടിക്കുമായിരുന്നു. ഈ സമയത്തൊക്കെ ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു, ഈ വെയിലും കൊണ്ട്. ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ സമയത്ത് ഞാൻ എന്നെ തന്നെ കാം ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഫേസ് ചെയ്യാൻ ചില്ലാവുക. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ മെയിനായിട്ടും ഒന്ന് ഫോണിൻ്റെ ചാർജ് തീരുന്നു. പിന്നെ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറ്റുമോ, പുറകെ ഇരുന്ന് ടയറും കാണും പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും, സ്വർഗത്തിലോട്ട് കാറ്റ് പോവും, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളായിരുന്നു. അത് നമ്മളൊരു MRF ഇതെടുത്തിട്ട് MRF വർക്ക്ഷോപ്പ് നോക്കി നമ്മൾ പോയതാണ്. ആ പോകുന്ന വഴിക്ക് നമ്മൾ കയറിയ ഒരു വഴിയാണിത്. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര പൊളി വൈബായിരുന്നു. ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇവിടെ കയറിയപ്പോൾ എനിക്ക് എൻ്റെ ടെൻഷനൊക്കെ അങ്ങ് പോയി. ഞാനങ്ങ് നേച്ചർ അങ്ങ് എൻജോയ് ചെയ്തു. ഞാനൊരു എന്താ പറയുക, പ്രകൃതി രമണിയിൽ അങ്ങ് അലിഞ്ഞു പോയി എന്ന് തന്നെ വേണേൽ പറയാം. അത്ര ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷെ ഓടിക്കുന്നതൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറയുമായിരുന്നു. 10 മിനിറ്റ് കൂടുന്നു മിക്കവാറും പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് സംഭവം നമ്മളിവിടെ MRFിലെത്തി. ഇവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ പറ്റത്തില്ല, ഷോറൂമിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അല്ലെ മഷ്റൂം പഞ്ചറൊട്ടിക്കണം. അതിനൊക്കെ പിന്നെ സമയം ഒത്തിരിയാവും. അവസാനം അവിടുത്തെ പുള്ളി നമുക്കൊരു പഞ്ചറൊട്ടിച്ച് കിട്ടണം, ഇതുകൊണ്ട് നിങ്ങൾ ഡൽഹി വരെ എത്തുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ സമയം ഇനിയും ഡൽഹി എത്താൻ ഒരു 2 മണിക്കൂറല്ലേ ഉള്ളൂ, അതുവരെ ഓടാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഒരു 5 മിനിറ്റ് എളുപ്പം പോകാമെന്ന് പറഞ്ഞൊരു വഴി കാണിക്കാൻ പോയതാണ്. അതൊരു 3-3.5 മണിക്കൂർ എടുത്ത് ഡൽഹി എത്താൻ വേണ്ടി. എനിക്ക് 1.5 മണിക്കൂർ നമ്മൾ ഹരിയാന തന്നെ കിടന്ന് കറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഡൽഹി ബോർഡേ കാണുന്നില്ലായിരുന്നു. അകത്തൂടൊക്കെ പോയി ഒരു ഗാവ് കയറിയെന്ന് വെച്ചാൽ വില്ലേജ് സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി പോയത്. അവസാനം നമ്മൾ സംഭവം നമ്മൾ വീട്ടിലെത്തി. അത്രയേ പറയാനുള്ളൂ. എന്തായാലും വഴിയൊക്കെ തെറ്റിച്ച് തന്നെ ഒന്നും പറഞ്ഞു